കേരള സർവകലാശാല യൂണിയൻ നടപടികൾ മരവിപ്പിച്ച വിസി ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് കോടതിയിൽ തിരിച്ചടി. കാലാവധി പൂർത്തിയാകുന്നതുവരെ യൂണിയന് തുടരാമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഫണ്ട് അനുവദിച്ച 2 പരിപാടികൾ നടത്താനും അനുമതിയുണ്ട്. വിധിക്ക് പിന്നാലെ വിസിയുടെ ശാസ്തമംഗലത്തെ വീടിന് മുന്നിൽ SFI പ്രതിഷേധിച്ചു. കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയിൽ വിസി മോഹനൻ കുന്നുമ്മലും SFIയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമായിരുന്നു. പിന്നാലെ സർവകലാശാല യൂണിയൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ അനുകൂല വിധി. ഫെബ്രുവരി 26-ന് കാലാവധി കഴിയുന്നതുവരെ യൂണിയന് തുടരാമെന്നാണ് കോടതി വിധി. സർവകലാശാല ഫണ്ട് അനുവദിച്ച 2 പരിപാടികൾ നടത്താനും അനുമതിയുണ്ട്. സംഘപരിവാർ വിരുദ്ധ വിദ്യാർത്ഥി പോരാട്ടത്തിന്റെ വിജയമെന്ന് SFI പ്രതികരിച്ചു. അവിടെ നടത്തിയ സമരത്തിൽ നടത്തിയ വിദ്യാർത്ഥികളുടെ അവരുടെ പോരാട്ടത്തിന്റെ വിജയമാണ് നിലവിൽ ഈ കോടതി വിധി. അവകാശങ്ങൾ ചോദിക്കുമ്പോൾ ഇത് ആരുടെ ഔദാര്യമൊന്നുമല്ല. അവകാശങ്ങൾ കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു വാങ്ങുന്ന കാലമാണ്. അതേ ഞങ്ങൾക്ക് മോഹനൻ കുന്നുമ്മൽ നിലവിൽ കാലാവധി ഫെബ്രുവരി ഈ മാസം 26-ാം തീയതി വരെ നിലവിലെ യൂണിയന് തുടരാമെന്നുള്ളതാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. നിലവിൽ തീരുമാനിച്ച പരിപാടികളെല്ലാം ആ രീതിയിൽ യൂണിയൻ സംഘടിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കോടതിയിൽ നിന്ന് തിരിച്ചടി ലഭിച്ചതോടെ വിസി മോഹനൻ കുന്നുമ്മലിന്റെ വീടിന് മുന്നിലും SFI പ്രതിഷേധവുമായി എത്തി. ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിസിക്ക് കോടതിയുടെ മറുപടി എന്നെഴുതിയ പോസ്റ്ററുകൾ വീടിന് മുന്നിൽ പതിപ്പിച്ചായിരുന്നു പ്രതിഷേധം. പോലീസ് തടഞ്ഞതോടെ പ്രതിഷേധം സംഘർഷ സാഹചര്യത്തിലേക്കെത്തി. കോടതി വിധി അനുകൂലമായതോടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ 2 പരിപാടികളും നടത്താനാണ് യൂണിയൻ തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.